സിസ്റ്ററും കൂടിയിട്ടായിരുന്നു കൊണ്ടുപോയത്. നിങ്ങൾ അഡ്വക്കേറ്റിനൊപ്പം ഉണ്ടായതുകൊണ്ട് ഞങ്ങളൊപ്പം വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു കാറ് കുറച്ച് ഇങ്ങോട്ടേക്ക് എടുത്തോ, നടക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല അവർക്ക്. കുറച്ച് കഴിഞ്ഞേരം എന്നെ വന്നു ഉന്തി ഞങ്ങൾ ഇവരെ പ്രീ അറസ്റ്റ് ചെയ്യാൻ എന്തോ പറഞ്ഞു, അങ്ങനെ പ്രീ അറസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാർ 1 മിനിറ്റ് ഒന്ന് ഇരുന്നോട്ടെ, കഴിയുന്നില്ല നടക്കാൻ. അത് പറ്റൂല, നിങ്ങൾ മാറുന്നു പറഞ്ഞിട്ട് എൻ്റെ കൈയൊക്കെ തള്ളി പിടിച്ച് വെച്ച് ജീപ്പിലിട്ട് 2-3 പോലീസ് പോയി. വലിയ രീതിയിലുള്ള ഹറാസ്മെന്റിന് താങ്കൾ ഉൾപ്പെടെ ഇരയായി എന്നാണല്ലോ ഒരു അവിടെ ഓഫീസിൽ കുറെ ചോദിച്ചിരുന്നു, ഹറാസ് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ അങ്ങനെ ചെയ്തല്ലോ. ഞാൻ പറഞ്ഞു എനിക്കറിയുന്ന കാര്യങ്ങൾ കുറച്ചേ ഉള്ളൂ, കൂടുതലായിട്ടൊക്കെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞതാണ്. ഇത് കഴിഞ്ഞിട്ടാണ് എന്നെ എൻ്റെ സിസ്റ്റർ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞു. ഓഫീസിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഒക്കെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ 2 ആളെയും വിളിച്ചിട്ട് പിന്നെ ഞങ്ങൾ അധികം പ്രതികരിച്ചില്ല. അതിനെ ഞങ്ങൾക്ക് അതിൻ്റെ നിയമങ്ങളൊന്നും അറിയില്ലല്ലോ, ഇങ്ങനെ ആയിരിക്കും വിചാരിച്ചു. ഞങ്ങൾ അവിടെ തന്നെ അനങ്ങാതിരുന്നു. ലോയറെ വിളിച്ച് പറഞ്ഞു, ലോയറും പറഞ്ഞു ഓക്കെ കോർട്ടിലേക്ക് വാന്ന് പറഞ്ഞു. ഇപ്പം ഇവിടുന്ന് ഈ ടേണിങ് കഴിഞ്ഞ അപ്പാടാണ് പിടിച്ചു വലിച്ചു കൊണ്ടുപോയത്. എങ്ങോട്ടേക്കാ പോയത് അറിയില്ല. കണ്ണൂരെ പോകേണ്ടത് ആ ഭാഗത്തേക്കല്ലേ, പക്ഷെ അവര് ജീപ്പ് എടുത്ത് പോയത് ഇപ്പുറത്തെ ഭാഗത്തേക്കാണ്. അതെ, അവരാണ് എന്നെ തള്ളിയിട്ട് ഡിവൈഎസ്പി ചെയ്തത്, വേറെ പോലീസുകാരൊന്നും ചെയ്തില്ല. ഡിവൈഎസ്പി ആണ് എന്നെ തള്ളി ഇവരെ വലിച്ചു കൊണ്ടുപോയത്. ഞാൻ പറഞ്ഞു സാർ വലിക്കല്ല, മെല്ലെ നടക്കട്ടെ, നടക്കാൻ വയ്യ, പക്ഷെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവുക ചെയ്ത്.